Realme Buds T310 unboxing and review നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്ലൂ ഹാർട്ട് കമന്റ് ആയിട്ടുള്ളൂ ഉടനെ തന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് അൺബോക്സ് ചെയ്തതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓവർവ്യൂ ആണ്. സോ സ്പെക് വൈസ് നമ്മൾ ഇത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുന്നുള്ളത് ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും കോമ്പറ്റീഷൻ ആണ് എല്ലായിടത്തും. അതിന്റെ റീസണിൽ തന്നെയാണ് ഈ ഒരു T310 ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഏതിനോടാണ് കോമ്പറ്റീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ CMF Buds. അതിലും വേറൊരു സംശയം വെക്കേണ്ട ആവശ്യം. കാരണം T300 ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് CMF Buds ഇറങ്ങിയത്. CMF Buds ഇറങ്ങിയതിന് ശേഷം ഞാനടക്കം പലരും 2000 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് CMF Buds തന്നെയായിരുന്നു. കാരണം T300 ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ജസ്റ്റ് 30 dB ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് CMF Buds അല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ റിയൽമിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ റിയൽമി മതി എന്നുള്ള ആൾക്കാർ മാത്രമായിരുന്നു ഒരു T300 എടുത്തുകൊണ്ടിരുന്നത്. പൊതുവെ ഞാൻ ഈ CMF Buds പറയുമ്പോൾ തന്നെ പലരും പറയാറുണ്ടായിരുന്നു, ബ്രോ T300 എങ്ങനെയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതല്ലേ കുറച്ച് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും പിന്നെ പറയാൻ നിൽക്കത്തില്ല, നിങ്ങൾ അത് മേടിച്ചോളൂ എന്ന് പറയാം. അങ്ങനെയാണ് കുറേ അധികം പേര് ആക്ച്വലി ഒരു T300 ഇറങ്ങിയത്. നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 32 dB അല്ലെങ്കിൽ 30 dB എന്ന് പറയുന്നത് നമ്മുടെ ബോൾട്ടിലും ബോട്ടിലും ഒക്കെ 1500 രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതാണ് ഇവിടെ 2300 രൂപ എടുത്ത് നമ്മൾ മേടിക്കുക വരുന്നത്. അപ്പോൾ റിയൽമി എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ CMF Buds വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങി റിയൽമി. അതിൽ വേറൊരു സംശയമില്ല. അതായത് മാർക്കറ്റിംഗ് ടീമൊക്കെ ഇങ്ങനെ ഹെഡിനടുത്ത് പോയി പറഞ്ഞു, അണ്ണാ ഇനി നമ്മളിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെയാണ് ഈ ഒരു T310 പെട്ടെന്ന് അവരിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. 2199 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് എത്തുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. ഉറപ്പായിട്ടും 2200 രൂപയ്ക്ക് അടിപൊളി ഡീൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് അപ് ടു 46 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്. ANC-നേക്കാളും ഏറ്റവും ബെറ്റർ ആണ് ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അതിന് കുറേ സവിശേഷതകളുണ്ട്. എന്തായാലും അൺബോക്സിംഗ് റിവ്യൂവിൽ ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ട് പറഞ്ഞുതരാവേ. 2499 ആയിരിക്കും എന്തായാലും ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കലി ഒരു ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്ക് നമ്മുടെ T300 ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു സെയിം സൈസ് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു T310 കാണാൻ സാധിക്കുന്നത്. എന്നാലും അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ഈ ഒരു T300 ആയിക്കോട്ടെ അതല്ല T310 ആയിക്കോട്ടെ, കേസ് കവർ, പ്രീമിയം ക്വാളിറ്റി കേസ് കവർ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ എന്നുള്ളൂ, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. മറ്റുള്ള എവിടെ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് പ്രീമിയം ക്വാളിറ്റിയാണ്, അത് വേറൊരു സംശയമില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ 3 ലെവൽ നോയ്സ് റിഡക്ഷൻ എന്ന് അവർ പറയുന്നുണ്ട്. പേഴ്സണൽ യുവർ ടേസ്റ്റ് എന്ന് പറയും. അതെന്താണെന്നുള്ളത് എന്തായാലും ഇത് പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ട്രിപ്പിൾ മൈക്ക് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്, അതും എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കൂടാതെ AI ഡീപ് കോൾ നോയ്സ് റിഡക്ഷൻ ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടും AI വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മൈക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും കൂടുതലായിട്ട് പറയണമെങ്കിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടണം. 12.4 mm ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു ഡ്രൈവർ അല്ല, ടൈറ്റനൈസ് ഡ്രൈവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ N52 മാഗ്നറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. HTW വയർ കോയിൽ ആണ് ആക്ച്വലി ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. സോ എല്ലാം കൊണ്ടും പുതിയ രീതിയിലാണ് ആക്ച്വലി T310 വരുന്നത്. 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡൈനാമിക് സൗണ്ട് എഫക്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ അപ് ടു 40 അവേഴ്സ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ റേറ്റ്. ഈ 40 എന്ന് പറയുമ്പോഴത്തേക്ക് വിത്തൗട്ട് ANC-ലാണ്. എന്നാൽ ANC കൂടെ ആകുമ്പോഴത്തേക്ക് അത് 26 അവേഴ്സിലേക്ക് പോകുന്നതാണ്. സിംഗിൾ പ്ലേ ടൈം ആണെങ്കിൽ ANC-ൽ 6 അവേഴ്സും ANC ഓഫ് ആക്കുകയാണെങ്കിൽ നമുക്ക് 9 അവേഴ്സും കിട്ടുന്നതാണ്. പിന്നെ 10 മിനിറ്റ്സ് നമ്മൾ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഇവിടെ കിട്ടും. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇവിടെ അവൈലബിൾ ആണ്. 45 ms അൾട്രാ ലോ ലേറ്റൻസി ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. കൂടാതെ ന്യൂ ജനറേഷൻ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. കൂടാതെ ലോ ലേറ്റൻസി ബൈനറൽ സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ടച്ച് കൺട്രോൾസ് ഉണ്ട്. കൂടാതെ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് കാണാൻ സാധിക്കും. പേർപ്പിൾ, ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാകുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ റിയൽമി ലിങ്ക് ആപ്പായിട്ട് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇതും നമ്മൾ iOS യൂസർ മേടിച്ചു കഴിഞ്ഞാൽ വത് ബൈങ് ആകുമോ എന്നുള്ളത് കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ആ ഒരു ബ്ലൂ ഹാർട്ട് ഇടാനും മറക്കണ്ട. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി ബഡ്സ് T310 ഒരു ഓവ്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും 2100 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ളൊരു വേറെ ഒരു സംശയമില്ല. കാരണം 100% നമുക്ക് ഉറപ്പ് പറയാം കേട്ടോ. 2499 രൂപയ്ക്ക് നോർമൽ റേറ്റ്. എന്നാൽ പോലും CMF Buds ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഒരു പടി മുന്നിലാണിത്. കോമ്പറ്റീഷൻ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. CMF Buds അല്ലെങ്കിൽ CMF ഇനി അടുത്ത ഏത് പ്രോഡക്റ്റാണ് ഇതിന്റെ ബദലായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ഈ ഒരു T310 ഇറങ്ങിയപ്പോൾ ഇന്നലെ വേറൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, ബോൾട്ടിന്റെ ക്ലാരിറ്റി 3. അവിടെ നോക്കുമ്പോൾ സ്പെക് വൈസ് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്നാൽ ഈ പൈസയും ഇല്ല. എന്തായാലും അതിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.